വരണം വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഉണ്ണി തുടക്കം തൊട്ടേ ചാണ്ടി ഉമ്മൻ സാറിന്റെ ഒരു ദിവസത്തെ യാത്രയാണ് ഞാൻ ഇന്ന് സാറിന്റെ കൂടെ. സാർ നമസ്കാരം. നമസ്കാരം. ഇനി ഇവിടെ ചിലതൊക്കെ നടക്കും. സാർ, ഇനിയും എനിക്കും പ്രേക്ഷകർക്കും ചോദിക്കാനുള്ള വലിയ ഒരു ആഗ്രഹവും ചോദ്യം കൂടിയാണ്. നീ കാര്യം എന്താണ് തെളിച്ച് പറയടാ. സാറിന്റെ ഒരു വിവാഹം നമുക്ക് കാണാൻ പറ്റും ഉടനെ. ഞങ്ങൾക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റും. ഒന്ന് കണ്ടാ മതിയോ? മാതാവേ, ഇതിലും ഭേദം വല്ല ശല്യം പൊട്ടി വീണ് ചാകുന്നായിരുന്നേ. ഒരു വിവാഹം കണ്ടാ മതി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സാറ് കല്യാണം കഴിച്ചെന്ന് കാണണം. സാറ് കല്യാണം കഴിക്കുന്നതിന് താങ്കൾക്ക് എന്താ കാര്യം? അല്ല ചവിട്ടിയത് അണലിയാണില്ല. സാറ് കല്യാണം കഴിച്ച അവിടെ നിൽക്കുന്നത്. താങ്കൾ കല്യാണം കഴിച്ചതാണോ? അല്ല. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ കണ്ണുപൊട്ടും. എന്താ കഴിക്കാത്ത? എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. ആര് പറഞ്ഞു? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം ഇല്ല. ഇതൊക്കെ ഞാൻ ചോദിക്കാൻ പാടില്ല. ഇപ്പൊ എന്നോടും ചോദിക്കാൻ പാടില്ല. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒന്നടക്കം ഒരാഗ്രഹവും ചാണ്ടി ഉമ്മൻ സാറ് കല്യാണം കഴിക്കണം. തുമ്മുറുട്ടേക്ക് വല്ലാതെ അങ്ങോട്ട് ഇതാവല്ലോ കേട്ടോ. പറയുന്നത് കേക്ക്. നിങ്ങളൊക്കെ മറ്റുള്ളവർ പറയുന്നതനുസരിച്ചാണോ തീരുമാനം എടുക്കണേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചേരി പോയി മണം വിൽക്കാൻ പോണു. അല്ല, ഞാൻ അങ്ങനല്ല. അല്ല, ഞാനും അങ്ങനെ എന്റെ ഇഷ്ടം അനുസരിച്ച് തീരുമാനം എടുക്കുന്നത്. ഇതാ വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയണേ. ഇതാ ഉണ്ടായേ ലൈഫിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ സാറേ? എന്തിനാ ഞാൻ പറയണേ? അതിന്റെ അതും പറയത്തില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്നാലും സ്കൂൾ കാലഘട്ടത്തിൽ പ്രണയിച്ചിട്ടുണ്ടോ? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഞാനെന്തിനാ പറയുന്നത്? അങ്ങനെ ചോദിക്കുന്നവരെ പാപ്പരാസി എന്നാ വിളിക്കുന്നത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. പക്ഷെ എന്റെ ലൈഫിൽ പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, പോയി. കയ്യിൽ പോലിരിക്കും. അല്ല, അങ്ങനല്ല. എനിക്ക് അത്ര, ഞാൻ നല്ലൊരാളാണ് സാറേ, അത്ര പ്രശ്നമൊന്നുമില്ല. അല്ല, അല്ലാതെ ഞാൻ പറഞ്ഞില്ല. അതില്ല. എന്നാലും അടിപൊളി മറുപടി. കിട്ടാനുള്ളത് കിട്ടി ചൂടോടെ. ആരും കണ്ടില്ല. വാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.